നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 12 അധ്യായങ്ങളിലൂടെ നാം കടന്നുപോയി. ഇന്നത്തെ ചിന്താവിഷയം 13ാം അധ്യായമാണ്. വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോഗതിം ജ്ഞാത്വാഗാത് ഹസ്തിനപുരം തയാ വാപ്ത വിവിത്സിത. ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവന്മാരും പാണ്ഡുപുത്രന്മാരായ പാണ്ഡവരും തനിക്ക് വേണ്ടപ്പെട്ടവരാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ പുത്രന്മാരാണ്. പാണ്ഡവർ ധർമ്മത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാറില്ല. കൗരവരാകട്ടെ സ്വാർത്ഥമതികളാകിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരും. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാൻ വയ്യ. യുദ്ധം നടക്കുമെന്നുറപ്പായി, അത് കാണാൻ വയ്യ. ഇങ്ങനെ കരുതി വിതുരർ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു. അനേക കാലം കഴിഞ്ഞു. ഏതാണ്ട് 36 വർഷത്തോളം പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. പല പുണ്യാത്മാക്കളുമായി ബന്ധപ്പെട്ടു. ഉദ്ധവരെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഉദ്ധവരുടെ ഉപദേശപ്രകാരം ഹരിദ്വാറിൽ ചെന്ന് മൈത്രേയ മഹർഷിയെ കണ്ടു. മൈത്രേയ മഹർഷിയിൽ നിന്ന് ആത്മതത്വം വേണ്ടതുപോലെ മനസ്സിലാക്കി. അങ്ങനെ അറിയേണ്ടതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വിതുരർ ഹസ്തിനപുരത്തിൽ തിരിച്ചെത്തുന്നത്. വളരെ കാലം കാണാതിരുന്നിട്ട് അടുത്ത ഒരു ബന്ധുവിനെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതുവരെ കാണാത്തത് കൊണ്ട് ദുഃഖിച്ചിരുന്ന ധർമ്മപുത്രർക്കും മറ്റ് ബന്ധുജനങ്ങൾക്കും എല്ലാം ഉണ്ടായി. ധൃതരാഷ്ട്ര, യുയുത്സു, ധർമ്മപുത്രർ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, സൂതൻ, ശാരദ്വതൻ, കുന്തിദേവി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര, കൃപി, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് വിതുര മഹാശയനെ സ്വീകരിച്ച് ആദരിച്ചു. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനെ ദൃഷ്ടയാവനതോ രാജ പ്രാഹ തേഷാം ച ശൃണ്വതാം. ഭുക്തവന്തം വിശ്രാന്തം ആസനെ സുഖം ആസീനം തം. ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കാനായിട്ട് വിതുരർ ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് രാജ പ്രശ്രയാവരത, യുധിഷ്ഠിരൻ വിനയം കൊണ്ട് തലകുനിച്ചുകൊണ്ട് സ്വാനാം വിശൃണ്വതാം പ്രാഹ, സ്വന്തം ആൾക്കാരൊക്കെ കേട്ടിരിക്കെ തന്നെ ഇങ്ങനെ ചോദിച്ചു. അഭിസ്മരതനോ യുഷ്മത് പക്ഷഛായാസമേതിതൻ വിപദ്ഗണാൻ വിഷാജ്ഞാതേർ മോചിതായ സമാതൃകാം. യുഷ്മത് പക്ഷഛായ സമേതിതാൻ, അങ്ങയുടെ ചിറകിൽ, അതിന്റെ തണലിൽ ഒരു തള്ളപ്പക്ഷി തന്റെ ചിറകുകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ കാത്തു രക്ഷിക്കുന്നത് അതുപോലെ വളർന്നവരായ ഞങ്ങൾ ന അവിസ്മരഥ,
അങ്ങയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. വിഷം, അഗ്നി തുടങ്ങിയ ആപത്തുകളിൽ നിന്നെല്ലാം മരക്കില്ലത്തിൽ ചുട്ടരിക്കാൻ ശ്രമിച്ചു കൗരവർ. ഭീമന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള സർവ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ അമ്മയോടുകൂടി അങ്ങാണ് മോചിപ്പിച്ചത്. കയാവൃത്യാ വർത്തിതം വശ്ചരദ്ഭിക്ഷിതി മണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനി ഭൂതലേ. കുറെ കാലമായി അങ്ങ് എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത്? എങ്ങനെയാണങ്ങ് ജീവിതം നയിച്ചത്? അങ്ങയുടെ പാദസ്പർശത്താൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പുണ്യവൽക്കരിക്കപ്പെട്ടത്? അങ്ങ് ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചു? ശ്രദ്ധിക്കൂ, സാധാരണ ജനങ്ങള് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്, തീർത്ഥ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അവരുടെ മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാൻ, സ്വയം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ പുണ്യാത്മാക്കൾ സഞ്ചരിക്കുന്നത് കൊണ്ട് അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ പുണ്യവൽക്കരിക്കപ്പെടുന്നു, പരിശുദ്ധമായി തീരുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാകുന്നു. ഭവദ്വിധാ ഭഗവത തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗതാഭൃതാ. ഹേ വിഭോ, ഭവദ്വിധ അങ്ങേ പോലെയുള്ള ഭാഗവത ഭഗവത് ഭക്തന്മാർ സ്വയം സ്വതേ തന്നെ തീർത്ഥഭൂത പരിശുദ്ധരായി സ്വാന്തസ്ഥേന തങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഗദാഭൃത ഗദ ധരിച്ചിരിക്കുന്ന ഭഗവാനാൽ, സാക്ഷാൽ വിഷ്ണുവിനാൽ തീർത്ഥാനി തീർത്ഥീകുർവന്തി പുണ്യസ്ഥലങ്ങളെ ശുദ്ധീകരിക്കുന്നു. അഭിനസുതസ്താത ബാന്ധവാ കൃഷ്ണദേവത ദൃഷ്ടാശ്രുതാവായതവ സ്വപുരിയാം സുഖമാസതേ. പിതാവേ, ഞങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആയ ആരെയെങ്കിലും അങ്ങീ യാത്രയ്ക്കിടയിൽ കണ്ടുവോ? ശ്രീകൃഷ്ണനാകുന്ന ഈശ്വരനോട് കൂടിയ ദ്വാരകാവാസികളെ ആരെയെങ്കിലും കണ്ടുവോ? അവരൊക്കെ സുഖമായിരിക്കുന്നില്ലേ? അവരുടെ വൃത്താന്തങ്ങൾ വല്ലതും കേൾക്കുകയുണ്ടായോ? ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചും ദ്വാരകാവാസികളെ കുറിച്ചും ഒക്കെ ആരാഞ്ഞ ധർമ്മപുത്രരോട് തന്റെ യാത്രക്കിടയിൽ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും വിതുരർ വിസ്തരിച്ച് തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. വിനാ യദുകുലക്ഷയം ഇത്യുക്തോ ധർമ്മരാജേന സർവം തസ്സമവർണ്ണയത്. ഇത്യുക്തോ ധർമ്മരാജേന, ഇങ്ങനെ പറഞ്ഞ ധർമ്മരാജനോട്, ഇങ്ങനെ ചോദിച്ച ധർമ്മരാജനോട് സർവം തസ്സമവർണ്ണയത്, എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. എന്നാൽ യദുകുലത്തിന്റെ നാശത്തെക്കുറിച്ചോ ബലരാമന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാഗമനത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പാണ്ഡവർക്ക് കൃഷ്ണനോടുള്ള പ്രേമവായ്പും ബന്ധുത്വവും വ്യക്തമായി അറിയാവുന്ന വിതുരർ ദ്വാരകാനാശത്തെക്കുറിച്ചും തുടർന്നുള്ള കഥകളും അറിഞ്ഞാൽ പാണ്ഡവർ എത്രത്തോളം വിഷമിക്കും എന്നറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദേ സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമ. ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമ, ദുഃഖമുള്ളവരെ കാണുവാൻ കഴിവില്ലാത്ത, സകരുണ കാരുണ്യമുള്ള, നൃണാം മനുഷ്യർക്ക്, ഉപസ്ഥിതം ദുർവിഷഹം അപ്രിയം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന, വന്നു ചേർന്ന, അസഹ്യമായ
അപ്രിയത്തെ അനിഷ്ടത്തെ സ്വയം നനു ന ആവേദയെ തന്നെ താൻ പറഞ്ഞറിയിക്കരുതല്ലോ. യദുകുലത്തിന്റെ ദ്വാരകാ നിവാസികളുടെ ഭഗവാൻ കൃഷ്ണന്റെ സ്ഥിതി യുധിഷ്ഠിരൻ എടുത്തു ചോദിച്ചിരുന്നു. എന്നാലും വിതുരർ അത് പറഞ്ഞില്ല. കാരണം ഇതാണ്: ദുഃഖം കാണാൻ കഴിയാത്ത കാരുണികൻ കനത്ത ദുഃഖവാർത്തകളെ മനഃപൂർവം മറച്ചുവെക്കും. കഞ്ചിത് കാലമഥാമാസീത് സത്കൃതോ ദേവവത് സുഖം ഭ്രാതുർ ജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. അനന്തരം പിന്നെയും കഞ്ചിത് കാലം, കുറച്ചു കാലത്തോളം, ദേവവത് സത്കൃത, ദേവൻ എന്ന കണക്കെ പൂജിക്കപ്പെട്ടവനായിട്ട്, ജ്യേഷ്ഠസ്യ ഭ്രാതു, ജ്യേഷ്ഠ സഹോദരന് തത്വോപദേശത്താൽ, ശ്രേയസ്കൃത്, ശ്രേയസ്സുണ്ടാക്കുന്നവനായും എല്ലാവർക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഹസ്തിനപുരത്തിൽ സസുഖം വസിച്ചു. ശ്രോതാക്കൾക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാം. ധൃതരാഷ്ട്രർ ക്ഷത്രിയനാണ്, എന്നാൽ വിതുരരോ ദാസീപുത്രനാണ്, ശൂദ്രനാണ്, അനുജനുമാണ്. അങ്ങനെ തന്നെക്കാൾ താഴെയുള്ള ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് തത്വോപദേശം നൽകുക എന്നൊരു സംശയം ഉണ്ടാകാം. ഒട്ടും സംശയിക്കേണ്ടതില്ല. അതിന് യഥാർത്ഥത്തിലുള്ള ആധികാരികമായ അവകാശമുള്ളയാളാണ് വിതുരർ എന്ന് സ്ഥാപിക്കുന്നതാണ് അടുത്ത ശ്ലോകം. അവിഭ്രതര്യമാദണ്ഡം യഥാവദഖകാരിഷു യാവദ്ദധാര ശൂദ്രത്വം ശാപാത് വർഷശതം. യമധർമ്മരാജാവ് മാണ്ഡവ്യ മുനിയുടെ ശാപം കൊണ്ട് ഭൂമിയിൽ ശൂദ്രനായി പിറക്കാനിട വന്നു. ശതവർഷമായിരുന്നു ഈ ശാപകാലാവധി. ആ കാലത്ത് 100 കൊല്ലക്കാലം യമപുരിയിലെ കാര്യം നിർവഹിച്ചത് അര്യമാവായിരുന്നു, സൂര്യദേവനായിരുന്നു. ധർമ്മപുത്ര മഹാരാജാവ് വംശത്തെ നിലനിർത്തുന്ന പൗത്രനെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. അവർ പാണ്ഡവന്മാർ കുടുംബകാര്യങ്ങളിൽ ആസക്തിയുള്ളവരായി കാലം കടന്നു പോകുന്നത് അറിഞ്ഞതേയില്ല. പക്ഷെ വിതുരർ അതറിഞ്ഞു. മാത്രമല്ല, കാലാതിക്രമണത്തെക്കുറിച്ച് ധൃതരാഷ്ട്രയെ ബോധിപ്പിക്കുകയുണ്ടായി. ശ്രദ്ധിക്കണേ, അനിവാര്യമായ പരിഹാരം ഇല്ലാത്തതായ ഒന്നിനെക്കുറിച്ചാണ് വിതുരർ പറഞ്ഞു തുടങ്ങിയത്. രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം പ്രതിക്രിയാ നയസ്യേഹ കുതശ്ചിത് കർഹിചേത് പ്രഭോ സയേവ ഭഗവാൻ കാല സർവേഷാം ന സമാഗത. അല്ലയോ രാജൻ, വേഗത്തിൽ പുറപ്പെട്ടുകൊള്ളുക. വന്നു ചേർന്ന ഈ ഭയപ്പാടിനെ നോക്കൂ. ഈ ലോകത്ത് ഒരു തരത്തിലും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ആ സർവേശ്വരത്വം ഉള്ള കാലം നമുക്ക് എല്ലാവർക്കും വന്നു ചേരുന്ന അതിതാ എത്തിക്കഴിഞ്ഞു. പ്രാണൻ തന്നെ വിട്ടുപോകും. പിന്നെ ഈ നേടിയ ധനാദികൾ വിട്ടുപോകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങയുടെ പിതാവും ഭ്രാതാവും സ്നേഹിതരും പുത്രരും എല്ലാം കൊല്ലപ്പെട്ടു. പ്രായവും ഏറെയായി. ശരീരം ജരയാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്നു. അന്യഗ്രഹത്തെ ആശ്രയിച്ചാണ് അങ്ങിപ്പോഴ് കഴിഞ്ഞുകൂടുന്നത്. ധൃതരാഷ്ട്രയുടെ മനസ്സിൽ വൈരാഗ്യം ജനിപ്പിക്കുക എന്നതാണ് വിതുരരുടെ ഉദ്ദേശ്യം. അതുകൊണ്ടാണ് വിതുരർ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ ആരംഭിച്ചത്. ആ ആക്ഷേപം
ഏറ്റവും മൂർച്ചയുള്ളതായി തീരുന്നതാണ് 23-ാം ശ്ലോകത്തിൽ നാം കാണുന്നത്. അഹോ മഹീയസി ജന്തോ ജീവിതാശായ ഭവാൻ ഭീമേനാവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്. അയ്യോ കഷ്ടം! ഒരു ജീവിക്ക് ജീവിതത്തിലുള്ള മോഹം വളരെ വലുത് തന്നെയാണ്. അങ്ങും ഒട്ടും ഭിന്നനല്ല. ആ മോഹം കൊണ്ട് അങ്ങന്ന് ഭീമേന ആവർജിതം പിണ്ഡം, ഭീമനാൽ കൊണ്ടുവന്നു നൽകപ്പെട്ട പിണ്ഡം വാങ്ങിക്കഴിക്കുന്നു. അരക്കില്ലത്തിന് തിവച്ചു, വിഷം കൊടുത്ത് ഭീമനെ കൊല്ലാൻ ശ്രമിച്ചു, സഭയിൽ വെച്ച് പാഞ്ചാലിയെ അപമാനിച്ചു. ഏറ്റവും നികൃഷ്ടമായി ആരുടെ ധനമാണോ അപഹരിക്കപ്പെട്ടത് അവരെ ആശ്രയിക്കേണ്ടി വന്ന ഒരു സ്ഥിതി വിതുരർ അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങേ അറ്റത്തെ ദൈന്യാവസ്ഥയിലാണ്, എന്നിട്ടും അങ്ങ് ജീവിക്കാൻ കൊതിക്കുന്നു. ജീർണിച്ചുപോയ ഈ ദേഹം പഴയ വസ്ത്രങ്ങൾ എന്നതുപോലെ ആശിക്കാതിരിക്കെ തന്നെ നശിച്ചു പോകും. മരണത്തെ ആർക്കും തടുക്കാനാവില്ല എന്ന് 24-ാം ശ്ലോകം കൊണ്ട് വ്യക്തമാക്കി. 25, 26 ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, പഠനാർഹമാണ്. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാസവൈ ധീര ഉദാഹൃത. വിഷയവിരക്തി വന്നവനും മമതാബന്ധം വിട്ടവനും തന്റെ ഗതിയെ അന്യർക്ക് പിടികൊടുക്കാത്തവനും ആയിത്തീർന്ന് സ്വന്തം കാര്യങ്ങൾക്ക് കൊള്ളാത്തതായ ഈ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ ആരാണോ തയ്യാറാകുന്നത് അയാളാണ് ധീരൻ. യസ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവൻ ഹൃദയ കൃത്വാ ഹരിംഗേഹാത് പ്രവ്രജേത് സമരോത്തമ. യാതൊരുവൻ സ്വകാത് പരത വാ സ്വപ്രേരണയാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ഈ ലോകത്തിൽ വിരക്തി ഉണ്ടായവനായും മനക്കരുത്തുള്ളവനായും തീർന്ന് ശ്രീഹരിയെ മനസ്സിൽ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം ഗൃഹം വിട്ട് സന്യാസത്തിനായി ഇറങ്ങുന്നുവോ അങ്ങനെയുള്ള പുരുഷൻ ഉത്തമനാണ്. ഇനിയുള്ള കാലം അധിക്ഷേപം അപകർഷമുണ്ടാക്കുന്നതാണ്. ആകയാൽ അങ്ങൊന്ന് സ്വന്തം ജനങ്ങളാൽ അറിയപ്പെടാതെ വടക്ക് ദിക്കിലേക്ക് യാത്രയായാലും. ഏവം രാജാ വിതുരേണ അനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാ സ്വേഷു സ്നേഹപാശൻ ദൃഢിംനോ നിശ്ചക്രാമ ഭ്രാതൃ സന്ദർശിതാധ്വാ. ഏവം അനുജേന വിതുരേണ ബോധിത ഹി. ഈ വിധത്തിൽ അനുജനായ വിതുരനാൽ ഉപദേശിക്കപ്പെട്ടതും തന്നെ പ്രജ്ഞാചക്ഷു രാജ ആജമീഢ, കണ്ണു കാണാത്ത അന്ധനായ രാജാവായ ധൃതരാഷ്ട്രർ സ്വേഷു സ്വജനങ്ങളിലുള്ള തന്റെ ബന്ധുക്കളിലുള്ള സ്നേഹപാശാൻ സ്നേഹബന്ധത്തെ സ്നേഹക്കയറുകളെ ദൃഢിംന മനസ്സുറപ്പിനാൽ ഛേദിച്ചു കളഞ്ഞ് ചിത്വ അറുത്തു കളഞ്ഞ് അനുജൻ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ഇറങ്ങിപ്പോയി. സന്യാസിമാർക്ക് ആത്മീയ ആനന്ദമരുളുന്ന ഹിമാലയത്തിലേക്ക് യാത്രയായ ഭർത്താവിനെ പതിവ്രതയും സുശീലയുമായ ഗാന്ധാരി അനുഗമിച്ചു. അജാതശത്രു
അതായത് ധർമ്മപുത്രർ സൂര്യോപസ്ഥാനം, അഗ്നിഹോത്രം എന്നിവയ്ക്ക് ശേഷം എള്ള്, പശുക്കൾ, ഭൂമി, സ്വർണം എന്നിവ ദാനം ചെയ്ത് ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തി നമസ്കരിച്ച് ഗുരുജനങ്ങളെ വന്ദിക്കാനായി കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. പിതാക്കന്മാരെയും ഗാന്ധാരിയെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസം, പരിഭ്രമിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതായി കണ്ട സഞ്ജയനോട് ചോദിച്ചു, കണ്ണു രണ്ടും കാണാത്ത ഞങ്ങളുടെ വലിയച്ഛൻ എവിടെ? മക്കൾ നഷ്ടപ്പെട്ട ദുഃഖിതയായ അമ്മയും ഏറ്റവും പ്രിയപ്പെട്ടവനായ ഇളയച്ഛനും എവിടെ പോയി? ഇവരെല്ലാം തന്നെ തെറ്റിദ്ധരിച്ച് ഗംഗാനദിയിൽ ചാടിയോ? പിതാവായ പാണ്ഡുരാജാവ് മരിച്ചപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളായ ഞങ്ങളെ എല്ലാവരെയും സങ്കടത്തിൽ നിന്ന് സംരക്ഷിച്ച ഞങ്ങളുടെ വലിയച്ഛനും വലിയമ്മയും എങ്ങുപോയി? സൂതൻ പറയുകയാണ്, കൃപയാ സ്നേഹവൈക്ലവ്യാ സൂതോ വിരഹകരിഷിത ആത്മേശ്വരമചക്ഷാണോ ന പ്രത്യാഹാതിപീഡിത. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സഞ്ജയന് കഴിഞ്ഞില്ല. അപ്പോഴാണ് അവരെ കാണുവാനില്ല എന്നറിയുന്നത് തന്നെ. എന്തു പറയാനാണ്? സദാ ധൃതരാഷ്ട്രയുടെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴ് അറിയിച്ചു കൊണ്ടിരുന്ന കാഴ്ചയില്ലാത്ത രാജാവിന് കാഴ്ച നൽകാനെന്നോണം നിന്ന സഞ്ജയൻ അത്രമാത്രം പരിഭ്രാന്തനായിരുന്നു. ഒടുവിൽ വിമൃജ്യാശ്രൂണി പാണിഭ്യാം ഇഷ്ടഭ്യാത്മാനമാത്മന അജാതശത്രോ പ്രത്യൂജേ പ്രഭോ പാദാവനുസ്മരൻ. കണ്ണുനീര് തുടച്ച് മനസ്സിനെ നിയന്ത്രിച്ച് പ്രഭുവായ ധൃതരാഷ്ട്രയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് സഞ്ജയൻ യുധിഷ്ഠിരനോട് ഉണർത്തിച്ചു, നാഹം വേദവ്യവസിതം പിത്രോർവ കുലനന്ദന ഗാന്ധാര്യാവാ മഹാബാഹോ മുഷുതോസ്മി മഹാത്മഭീ. കുലനന്ദന, മഹാബാഹോ, അല്ലയോ വംശത്തെ സന്തോഷിപ്പിക്കുന്ന മഹാബാഹുവായുള്ളവനെ, നിങ്ങളുടെ പിതാക്കന്മാരുടെയും ഗാന്ധാരിയുടെയും മനസ്സ് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വഞ്ചിതനായി. ഇത് കേട്ടപ്പോൾ ധർമ്മപുത്രാദികൾ ഏറെ ദുഃഖിതരായി. അഥാ ജഗാമ ഭഗവാൻ നാരദ സഹതുംബുരു പ്രത്യുത്ഥായാഭിവാദ്യ സാനുയോഭ്യർച്ചയൻ ഇവ. പിന്നീട് ഒരിക്കൽ നാരദമുനി തുമ്പുരു മഹർഷിയോടൊപ്പം അവിടെ വന്നു ചേർന്നു. അനുജന്മാരോടുകൂടിയ യുധിഷ്ഠിരൻ എഴുന്നേറ്റ് സ്വീകരിച്ച് ആനയിച്ച് അഭിവാദ്യം ചെയ്തു. അവരെ ആരാധിക്കുന്നതായി ഭാവിച്ച് യുധിഷ്ഠിരൻ പറഞ്ഞു, അഭ്യർച്ചയൻ ഇവ എന്ന പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയും ദുഃഖിതരായിരുന്നു പാണ്ഡവന്മാർ. അതുകൊണ്ട് തന്നെ ആരാധിക്കുകയല്ല ഉണ്ടായത്, ആരാധിക്കുന്നത് പോലെ ഭാവിച്ചു. യുധിഷ്ഠിരൻ ശ്രീനാരദരോട് പറഞ്ഞു, നാഹം വേദഗതിം പിത്രോർ ഭഗവൻ ക്വഗതാവിധ
അംബാവാ ഹതപുത്രാർത്ത ക്വഗതാ ച തപസ്വിനി കർണധാര ഇവാപാരേ ഭഗവാൻ പാരദർശക. ഭഗവൻ, ഹേ ഭഗവാനെ, പിത്രോഹ ഗതിം അഹം നവേദ. പിതാക്കളായ ധൃതരാഷ്ട്രം വിതുരരും വലിയച്ഛനും ഇളയച്ഛനും എങ്ങോട്ടാണ് പോയതെന്ന് ഞാൻ അറിയുന്നില്ല. ഇതാ ക്വഗതൗ, ഇവിടെ നിന്ന് എങ്ങോട്ട് പോയോ? തപസ്വിനി, ദുഃഖിതയും, ഹതപുത്രാർത്ഥ, മക്കൾ വധിക്കപ്പെട്ടതുകൊണ്ട് തളർന്നവളുമായ, അംബാവ, വലിയമ്മയാണെങ്കിൽ, ക്വഗതാജ, എവിടെ പോയോ? അപാരേ, കരകാണാക്കടലിൽ, കർണധാര ഇവ, കപ്പിത്താൻ എന്ന പോലെ, പാരം ദർശക, കര കാട്ടിത്തരുന്നവൻ, ഭഗവാൻ, സർവജ്ഞനായ അങ്ങാണ്. അഥ ബഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമ മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവജം വശം ജഗത. അഥ, അനന്തരം, മുനിസത്തമ ഭഗവാൻ നാരദ, മുനിശ്രേഷ്ഠനും സർവജ്ഞനുമായ നാരദൻ, ആ ബഭാഷേ പറഞ്ഞു, രാജൻ, കഞ്ചന, ഒരാളെക്കുറിച്ചും, മാ ശുച, ശോകമരുത്, യത്, എന്തെന്നാൽ, ജഗത്, ഈശ്വരവശം, ലോകം ഈശ്വരനധീനമാണല്ലോ. ഈശ്വരൻ വിചാരിക്കുന്നതേ ഈ ലോകത്ത് നടക്കൂ. ലോകാസ്സപാലായസ്യമേ വഹന്തി ബലിമീശിതു സസംയുനക്തി ഭൂതാനി സയേവ വിയുനക്തി ച. സർവരും ആ ഈശ്വരനെ ഭജിക്കുന്നുണ്ട്. അവരവരുടെ കഴിവിനനുസരിച്ച് യഥാശക്തി ഓരോരുത്തരും ഭഗവാനെ ഓരോന്ന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ഓരോരുത്തരെ തമ്മിൽ കൂട്ടിയിണക്കുന്നു. അവരെ വേർപെടുത്തുന്നതും മറ്റൊരാളല്ല. അടുത്ത ശ്ലോകത്തിൽ അതീവ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. യഥാ ഗാവോ നസി പ്രോതാസ്തന്ത്യാം ബദ്ധാസ്വദാമഭി വാക്തന്ത്യാം നാമഭിർബദ്ധ വഹന്തി ബലിമീശിതു. വണ്ടിക്ക് കെട്ടാനുള്ള കാളകളുടെ മൂക്ക് തുളച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ ഒരു ചരട് ബന്ധിക്കുന്നു. ആ ചരടാകട്ടെ വണ്ടിയോട് കൂട്ടിക്കെട്ടുന്നു. അങ്ങനെ ബന്ധിക്കപ്പെട്ട കയറുകളാൽ കാളകളുടെ ഗതി നിയന്ത്രിക്കുന്നു. കാളകൾക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യരുത് എന്നിങ്ങനെ വേദവാക്യങ്ങളാകുന്ന ചരടുകൾ കൊണ്ട് ജനങ്ങൾ ബന്ധിക്കപ്പെടുന്നതും വർണ്ണാശ്രമധർമ്മങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ സർവേശ്വരന് പൂജാ സാധനങ്ങളുമായി നിൽക്കുന്നു. വേറൊരു ഉദാഹരണം നോക്കൂ. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാതാം തഥൈവേശേച്ഛയാ നൃണം. ഒരു കുട്ടി പന്ത് കളിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളിപ്പാട്ടം ആവട്ടെ. പന്ത് കളിക്കുന്ന കുട്ടി പന്ത് എവിടെയൊക്കെ തട്ടി നീക്കണമോ അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. പന്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പന്ത് നീങ്ങുന്നത്, കളിക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. മറ്റേത് കളിപ്പാട്ടമായാലും അങ്ങനെ തന്നെ. ആ പന്ത് അഥവാ കുട്ടിയുടെ കളിപ്പാട്ടം കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. തഥാ ഏവ, അതേ വിധം, നൃണാം, മനുഷ്യരുടേതും, ഇഹ, ഈ ലോകത്തിൽ, ഈശ്വരേച്ഛ അനുസരിച്ച് നടക്കുന്നു. യൻ മന്യസേ ധ്രുവം ലോകമധ്രുവം വാ നോഭയം സർവഥാ നഹി ശോച്യാസ്തേ ദേഹാദന്യത്ര മോഹജാത. ലോകത്തെ
നശ്വരമായോ അനശ്വരമായോ, രണ്ടും അല്ലാത്തതായോ, അല്ലെങ്കിൽ രണ്ടുമായോ കരുതുന്നുവെങ്കിൽ സർവഥാഹി ഏതു പ്രകാരത്തിലും മോഹജാത് അറിവില്ലായ്മയിൽ നിന്നുണ്ടായ സ്നേഹാത് സ്നേഹം ഒന്നൊഴിച്ച്, സ്നേഹം അല്ലാതെ അന്യത്ര മറ്റൊരു തരത്തിലും തേ ന ശോച്യ അവർ ശോചനീയരല്ല. അറിവില്ലായ്മയിൽ നിന്ന് സ്നേഹം ഉത്ഭവിക്കുന്നു, അത് ശോക കാരണമായി തീരുന്നു. തസ്മാത് ജഹ്യംഗവൈക്ലവ്യമജ്ഞാനമകൃതാത്മന കഥം ത്വനാഥ കൃപണ വർത്തേരം സ്തേജമാം വിനാ. അംഗ, അല്ലയോ പ്രിയങ്കരനായ രാജാവേ, അതുകൊണ്ട് നാഥനില്ലാത്തവരും ദയനീയരുമായിട്ട് അവർ എന്നെ കൂടാതെ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക എന്നിങ്ങനെ വിചാരിച്ച് അജ്ഞാനകൃതം അറിവില്ലായ്മ കൊണ്ടുണ്ടായ ആത്മന തന്റെ വൈക്ലവ്യം ജഹി ദുഃഖം വെടിഞ്ഞാലും കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാംസ്തു ഗോപായേ സർപ്പഗ്രസ്തോ യഥാ പരം. കാലകർമ്മ ഗുണങ്ങൾക്ക് അധീനമായതും പഞ്ചഭൂതാത്മകവുമായ ഈ ദേഹം എങ്ങനെയാണ് അന്യരെ രക്ഷിക്കുക? നാം തന്നെ വിധേയരാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പെരുമ്പാമ്പിനാൽ ഗ്രസിക്കപ്പെട്ടവന് മറ്റൊരുവനെ രക്ഷിക്കാനാവുമോ? അടുത്ത ശ്ലോകങ്ങളിൽ ജീവചക്രത്തെ വരച്ചു കാട്ടുന്നു. അഹസ്താനി സഹസ്താനാമപദാനി ചതുഷ്പദാം ഫൽഗോനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവൻ മറ്റൊന്നിന്റെ ഉപജീവനമാകുന്നു. അഹസ്താനി കൈകളില്ലാത്തവ, അതെന്താണ്? പക്ഷിമൃഗാദികൾ. സഹസ്താനാം കൈകളുള്ളതാർക്കാണ്? മനുഷ്യർക്ക്. അപ്പോ അഹസ്താനി കൈകളില്ലാത്ത പക്ഷിമൃഗാദികൾ കൈകളുള്ള മനുഷ്യരുടെ ഉപജീവനമാകുന്നു. അപരാണി കാലുകളും ഇല്ലാത്തവ, തൃണസസ്യാദികൾ. ചതുഷ്പദം നാലുകാലുള്ളവയുടെ, നാൽക്കാലികളുടെ ഭക്ഷണമായി തീരുന്നു. ഫൽഗൂനി തത്ര മഹതാം ചെറിയവ അതിലും വലിയവയുടെ ആഹാരമാണ്. തന്നിൽ ചെറിയത് തനിക്കിര. തദിതം ഭഗവാൻ രാജന്നേക ആത്മാത്മനം സ്വതൃ അന്തരോനന്തരോ ഭാതി പശ്യതം മായോരുധാം. ഈശ്വരനെ അറിയുക. ഹേ രാജാവേ, ഈ ലോകം ആത്മാക്കളുടെയും ആത്മാവായി സ്വയം പ്രകാശിക്കുന്നവനും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവനും അനന്തര ബഹിർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവനും ഏകനുമായ ഭഗവാൻ. അപ്പോൾ അകത്തും പുറത്തും ഉള്ള ഭഗവാൻ മായ കൊണ്ട് പല വിധത്തിൽ ശോഭിക്കുന്നു. ആ ഈശ്വരനെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഈശ്വരനെ കണ്ടറിയുക. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോവതീർണോസ്യാം അഭാവായ സുരദ്വിഷം. മഹാരാജാവേ, സർവജീവജാലങ്ങളുടെയും സ്രഷ്ടാവും രക്ഷകനും ആയ കാലസ്വരൂപനായ ആ സർവേശ്വരൻ സുരദ്വിട്ടുകളുടെ, ദേവവൈരികളുടെ വിനാശത്തിനായി അദ്യ ഇപ്പോൾ അസ്യാം അവതീർണ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു.
നിഷ്പാദിതം ദേവകൃത്യമവശേഷം പ്രതീക്ഷതേ താവത് യൂയം അവേക്ഷധ്വം ഭവേത് യാവതിഹേശ്വര. ദേവകൃത്യം എന്നുവെച്ചാൽ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന കൃത്യം. നിഷ്പാദിതം നിറവേറ്റപ്പെട്ടു. അവശേഷം ബാക്കിയായതിനെ പ്രതീക്ഷതേ കാത്തുകൊണ്ടിരിക്കുന്നു. ഈശ്വര സർവേശ്വരൻ യാവത് ഏത് കാലം വരേക്കും ഇഹ ഈ ഭൂമിയിൽ ഭവേത് ഉണ്ടായിരിക്കുമോ താവത് അപ്പോഴേക്കും യൂയം നിങ്ങൾ അവേക്ഷധ്വം കാര്യം കണ്ടുകൊള്ളുവിൻ. ഈ ദേഹാഭിമാനമാണ് എല്ലാറ്റിനെയും തടസ്സമായി നിലകൊള്ളുന്നത്. അത് ഉപേക്ഷിച്ചോളൂ. കാലസ്വരൂപനായ ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് വലിയച്ഛനെ ഓർത്ത് ദുഃഖിക്കേണ്ട. ധൃതരാഷ്ട്ര സഹഭ്രാത്ര ഗാന്ധാര്യ സ്വഭാര്യ ദക്ഷിണേന ഹിമവത ഋഷീണാമാശ്രമം ഗത. ഒടുവിൽ നാരദര് അത് വ്യക്തമായി പറയുന്നു. ധൃതരാഷ്ട്ര ഭ്രാതാവായ വിതുരനോടും സ്വപത്നിയായ ഗാന്ധാരിയോടും ഒപ്പം ഹിമാലയത്തിന്റെ ദക്ഷിണഭാഗത്തുള്ള ഋഷിമാരുടെ ആശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ്. അവർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം കൃത്യമായി തന്നെ പറയാം. സ്രോതോഭി സപ്തഭിർയാ വൈ സ്വർധുനി സപ്തധാ വ്യഥാത് സപ്താനാം പ്രിയതേ നാനാ സപ്തപ്രോത പ്രചക്ഷതേ. ആകാശഗംഗ ഭൂമിയിലേക്ക് ഒഴുകിയെത്തി സപ്തഋഷികളെ പ്രീതിപ്പെടുത്താനായിട്ട് ഏഴായി പിരിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമുണ്ട്. സപ്തസ്രോതസ് എന്നാണ് ആ പ്രദേശത്തെ അറിയുക. അവിടെ അവർ എത്തിയിട്ടുണ്ട്. ഇന്ന് ഹരിദ്വാർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഗംഗാനദി പല വിധത്തില് ഒഴുകുന്നു. ആ സ്ഥലം, ആ പുണ്യസ്ഥലം. സ്നാത്വാനുസവനം തസ്മിൻ ഹൃത്വാഗ്നിൻ യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്ഥയെ വിഗതേഷണ. ധൃതരാഷ്ട്ര അവിടെ വിതുരരോടും ഗാന്ധാരിയോടും കൂടി എത്തിയതിനു ശേഷം എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് ഗംഗാസ്നാനം ചെയ്ത് വിധിപ്രകാരം ഹോമാദികളൊക്കെ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്ത് തീവ്ര തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ തുള്ളി വെള്ളം മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ഈശ്വരൻ തന്ന ജീവൻ അത് ഈശ്വരന്റെ ഇച്ഛപ്രകാരം തന്നെ എടുത്തോട്ടെ എന്ന് വെച്ച് ജലം മാത്രം പാനം ചെയ്തുകൊണ്ട് ഉപശാന്തമായ മനസ്സോടുകൂടി ഏഷണത്രയത്തെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഏഷണം, പുത്രന്മാരോടുള്ള മമത, ധനത്തോടുള്ള ആസക്തി, വിഷയങ്ങളിലുള്ള ആസക്തി, ഇങ്ങനെ മനുഷ്യരെ ഒട്ടി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ദിവസമേ ആയുസ്സുള്ളൂവെങ്കിലും പുത്രേഷണം, വിത്തേഷണം, വിഷയാസക്തി എല്ലാം വെടിയാൻ ധൃതരാഷ്ട്രർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധൃതരാഷ്ട്രയെ ഓർത്ത് അങ്ങൊട്ടും ദുഃഖിക്കേണ്ടതില്ല. അടുത്ത ശ്ലോകങ്ങളിൽ ധൃതരാഷ്ട്രയുടെ നിജസ്ഥിതി വർണ്ണിച്ചു കാട്ടുന്നു. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയാ ധ്വസ്തരജസത്വതമോമല വിജ്ഞാനാത്മനി സംയോജ്യ
ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബര വിവാംബരേ ദുസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂ സംന്യസ്താഖില കർമ്മണ സവാ അദ്യതനാദ്രാജൻ പരത പഞ്ചമേഹരി കളേബരം ഹാസ്യതി സ്വം തച്ച ഭസ്മീഭവിഷ്യതി. ആസനമുറകൾ വശത്താക്കിയിട്ടുണ്ട്. ശ്വാസഗതി നിയന്ത്രിച്ചു നിർത്തിയിട്ടുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളെ ആറിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിഷയത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ശ്രീഹരിയുടെ നിരന്തര ധ്യാനത്തിൽ ഉറച്ച് സത്വരജസ്തമോ ഗുണങ്ങളാവുന്ന മാലിന്യങ്ങളെ അകറ്റി അഹങ്കാരാസ്പദമായ മനസ്സിനെ ബോധാത്മകമായ ബുദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ശരീരത്തിനകത്തുള്ള ആത്മാവിനെ പരബ്രഹ്മത്തിൽ ലയിപ്പിക്കാനുള്ള തയ്യാറിലാണ്. മായാ ഗുണങ്ങളിലുള്ള വാസനയെ നശിപ്പിക്കാൻ സാധിച്ച് എല്ലാ ആഹാരങ്ങളും കൈവടിഞ്ഞ് ഒരു കുറ്റി പോലെ ഇളക്കമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. ഘടാകാശത്തെ മഹാകാശത്തിൽ ലയിപ്പിക്കുന്നത് പോലെ ഇന്നേക്ക് 5-ാമത്തെ ദിവസം സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കും. തച്ച അതാകട്ടെ ഭസ്മീഭവിഷ്യതി സ്വയം വെന്ത് വെണ്ണീറാകും. അടുത്ത ശ്ലോകത്തിൽ സാധ്വിയായ ധൃതരാഷ്ട്ര പത്നി ഭർത്താവിനെ പിന്തുടർന്നുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്യുന്നതായി വർണ്ണിച്ചിരിക്കുന്നു. ഹേ കുരുനന്ദന, വിതുരൻ ആ ആശ്ചര്യത്തെ സന്തോഷത്തോടും ഒപ്പം സന്താപത്തോടും കൂടിയാണ് കാണുക. പിന്നീട് അവിടെ നിന്ന് പുണ്യസ്ഥല ദർശനത്തിനായി പുറപ്പെടും. ഇത്യുക്ത്വാ അഥാരുഹത് സ്വർഗം നാരദ സഹ തുംബുരു യുധിഷ്ഠിരോ വജസ്തസ്യ ഹൃദി കൃത്വാ ജഹാശുച. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ നാരദ മഹർഷി തുമ്പുരുമുനിയോടുകൂടി സ്വർഗത്തിലേക്ക് പോയി. ശ്രീനാരദരുടെ വാക്കുകളെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ധർമ്മപുത്രർ ശോകം വെടിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കാനുള്ളത്. സജ്ജനങ്ങളായ ശ്രോതാക്കളെ നമസ്കരിച്ചുകൊണ്ട് ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കഥാസാരം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.